എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനായിട്ട് പോകുന്നത്. കാലത്തൊട്ട് ഒരു 10 മണി വരെയുള്ള ഒരു ടൈമിലെ ഒരു തട്ടിക്കൂട്ട് ഡെയിലി വ്ളോഗ്സാണ് കേട്ടോ അത്. അപ്പം എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കണം. എൻ്റെ എല്ലാ ട്രിപ്പും എല്ലാ തെണ്ടീസൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്നാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ലാൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി ദൈവമേ കുറേ നാളെ ഡെയിലി വ്ളോഗ് എടുത്തിട്ട് ഇന്നൊന്ന് എടുക്കാമെന്ന്. അപ്പം ഇന്നാണെങ്കിൽ പിള്ളേർക്ക് ക്ലാസ്സൊന്നുമില്ല. അപ്പോൾ തലേദിവസം ഞാൻ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എഴുന്നേച്ചിട്ട് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇന്നൊരു 6 മണിയോട് കൂടിയിട്ടാണ് എഴുന്നേച്ചിട്ടുള്ളൂ കേട്ടോ. അന്നമ്മ എൻ്റെ പിന്നെ ഉറങ്ങാണ്. ആദൂട്ടൻ എഴുന്നേറ്റ് വന്നിട്ട് കേട്ടോ. എൻ്റെ മുടി മുറിച്ചു കേട്ടോ. അത് പിന്നെ പറയാനൊന്നും പറ്റിയില്ലല്ലോ. അന്ന് ഞങ്ങൾക്ക് എനിക്ക് ആങ്കറിങ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനോട് കൂടിയിട്ട് മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ മുടിയിൽ തുമ്പ് ഒരുപാട് വാല് പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അത് വെട്ടിക്കളയാമെന്ന് വിചാരിച്ച് അതൊക്കെ വെട്ടി. അപ്പോൾ ഇപ്പം അത് കാരണം കെട്ടാനൊക്കെ ആയിട്ട് സുഖമുണ്ട്. തുമ്പൊക്കെ ഇത്തിരി കട്ടി വെച്ചോണൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ പല്ലൊക്കെ തയ്ക്കാൻ പോയി. അതൊക്കെ കഴിഞ്ഞ് എല്ലാ പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ആദ്യം ചെയ്യാനായിട്ടുള്ളത് അറിയാമല്ലോ, രൂപത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ചിയാ സീഡും ഫ്ലാക്സ് സീഡും ഒക്കെ കൂടി ഒരു ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ അതിൽ ചെറുനാരങ്ങയും തേനൊക്കെ ഒഴിച്ചങ്ങ് കുടിക്കും. അത് ഡിറ്റോക്സിഫൈങ് വാട്ടർ. അത് നല്ലതാണ് കേട്ടോ. നമ്മുടെ വെയിറ്റ് കുറയാനും അടിവയറിലത്തെ ഫാറ്റൊക്കെ പോകാനൊക്കെ ആയിട്ട് ഭയങ്കര നല്ലതാണ്. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയി വന്നപ്പോൾ ഞങ്ങൾക്ക് ഒറിജിനൽ തേൻ കിട്ടിയിട്ടാണ്. അപ്പോൾ ചേട്ടൻ്റെ സിസ്റ്റർ ആൻറ്റി റീന ആൻറ്റി തന്നതാണ് തേൻ. അപ്പോൾ ആൻറ്റിക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് ആരോ. അപ്പോൾ അത് ഞങ്ങൾക്ക് തന്നു കേട്ടോ. അപ്പം ലൈൻ ഹണിയൊക്കെ കുടിച്ചിട്ടല്ലേ നമുക്ക് പരിചയമുള്ളൂ. അത് കുടിച്ചിട്ട് ഈ തേൻ കഴിച്ചപ്പോഴാണ് ഒറിജിനൽ തേൻ്റെ ടേസ്റ്റ് തന്നെ മനസ്സിലാവണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒറിജിനൽ തേനാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ തേൻ എടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഒരു കുഞ്ഞുകളെ വന്നിട്ടുണ്ട് തേൻ വാങ്ങാൻ കേട്ടോ. എല്ലാ ദിവസമുള്ള പതിവാണ്. തേൻ എടുക്കുന്നത് കണ്ടപ്പോൾ അവൻ ഓടി വന്ന് വാങ്ങും. ഇഷ്ടായടാ? തേൻ കുപ്പി എടുക്കുമ്പോഴേക്കും വന്നോളും പിന്നെ തേൻ കഴിക്കാൻ. തേൻ കഴിച്ചവൻ ഇപ്രാവശ്യം നാട്ടിൽ പോയി വന്നപ്പോൾ ആദൂട്ടിന് ചെറിയ ചുമ പിടിപെട്ടു. അപ്പോൾ അത് ഞാൻ ഓൾറെഡി നമ്മുടെ വീട്ടുമരുന്നുകളൊക്കെ ചെയ്യുന്നുണ്ട്. വീട്ടുമരുന്നെന്ന് പറയുന്നത് നമ്മൾ ഈ അമ്മമാരെന്ന് പറയുമ്പോൾ ചെറിയൊരു ഡോക്ടറും കൂടിയാണല്ലോ. ആ മരുന്നാണ് സൈഡിൽ കാണുന്നത് കേട്ടോ. ഞാൻ ആംബ്രോഡിലെല്ലസ് എന്ന് പറഞ്ഞൊരു മരുന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ ചെറിയ അങ്ങനെ ചുമകളൊക്കെ വരുമ്പോൾ അതോ ആ മരുന്നോ അല്ലെങ്കിൽ വേറെ ഒരു ടൈപ്പ് മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കുറച്ച് കസ്റ്റഡിയിൽ കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ മരുന്നുകൾ കൊടുക്കും. പിന്നെ അലർജിയുടെ മരുന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കാലത്ത് ഞാൻ എല്ലാ ദിവസവും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ ആവി പിടിപ്പിക്കട്ടെ അവനെ. അപ്പോൾ ഈ ഒരു കാര്യം പിന്നെ തുളസി പനിക്കൂർക്ക അതിൻ്റെ നീരും അതിൽ തേനൊഴിച്ചിട്ട് ആ നീരും ഒക്കെ കൊടുക്കും. അപ്പം എങ്ങനെയെങ്കിലും ചെയ്തിട്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കാതിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പല മാർഗ്ഗങ്ങളും അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ ചിയാ സീഡും ഫ്ലാക്സ് സീഡും ഒക്കെ വെള്ളത്തിലൊഴിച്ച് വെച്ചത് നന്നായിട്ട് കുതിർന്നിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെറുനാരങ്ങയും പിഴിഞ്ഞ് കൊടുക്കാം, തേനൊഴിച്ച് കൊടുക്കാം. തേനൊരിക്കലും നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കരുതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ചൂടുള്ളപ്പോഴാണ് ഇങ്ങനെ നമ്മൾ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ അത് കുടിക്കുക. കുടിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ സമയത്തേക്ക് നമ്മൾ വേറെ ഭക്ഷണം ഒന്നും കഴിക്കരുത് കേട്ടോ. അതിൻ്റെ ഒരു എഫക്റ്റൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഡിറ്റോക്സിഫൈങ് വാട്ടർ കുടിക്കണമെന്ന് വെച്ചിട്ട് പിന്നെ അത് കുടിച്ചല്ലോ എന്ന് വെച്ചിട്ട് ഒരുപാട് നമ്മളിങ്ങനെ ഫാറ്റുള്ള ഭക്ഷണവും കഴിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ഡയറ്റ് നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലേ വലിയൊരു ടേസ്റ്റെന്നൊന്നും പറയാനായിട്ടൊന്നും ഇല്ല കേട്ടോ. ഈ നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിക്കുമ്പോൾ ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തിരി കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തേൻ ഒഴിക്കണത്. അപ്പോൾ അവിടെ അന്നമ്മേൻ്റെ പിന്നെ ഈ സമയം എഴുന്നേറ്റു. അപ്പോൾ അവർ ആനിമേഷൻ ഫിലിം കാണാൻ കേട്ടോ. മൂവാന 2 കാണാൻ. മൂവാന 1 ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ പടമാണ്. മൂവാന 2 ചേട്ടന് കിട്ടിയെന്തോ പ്രിൻ്റ് കിട്ടിയതാ, അതിരുന്ന് കാണാണ്. അപ്പോൾ പിന്നെ എന്തായാലും എൻ്റെ അടുക്കളയിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞു ചെടിക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം എന്തായാലും ഒന്ന് ക്ലാസ്സൊന്നും ഇല്ലല്ലോ, പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാമെന്ന് വെച്ചിട്ട് നിന്നു. അപ്പോഴേക്കും പിന്നെ ചേട്ടന് ഓരോ പണികളൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ പിന്നെ എന്തായാലും ഈ ചെടികളൊക്കെ ആകെ ഒരു മുരടിച്ച് പോലെ നിന്ന് തുടങ്ങിയിട്ട് നാട്ടിലേക്ക് പോക്കും വരവൊക്കെ ആയിട്ട് ചെടികളുടെ കാര്യം നോക്കാനൊന്നും ഇപ്പോൾ ശ്രദ്ധയൊന്നും കിട്ടണമെന്നില്ലാന്നേ. അപ്പോൾ ആകെ വളർച്ചയൊക്കെ മുരടിച്ച് പോലെ നിൽക്കണം. അപ്പോൾ ഞാൻ വിചാരിക്കാം എന്തായാലും ഈ റോസാക്കമ്പൊക്കെ വെട്ടി ഫുൾ നല്ല പറിച്ച് കളയാനല്ല, നന്നായിട്ട് പ്രൂൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ കമ്പുകളും ഒക്കെ ഞാൻ വെട്ടി കളഞ്ഞോട്ടാ. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ഫുള്ള് വേരോട് കൂടി പറിച്ച് കളഞ്ഞിട്ട് വേറെ ചെടികൾ നടാമെന്നാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അതൊന്നും വേണ്ട, അത് നന്നായിട്ട് വെട്ടി നിർത്തിയിട്ട് നന്നായിട്ട് വളം ചെയ്ത് കഴിഞ്ഞാൽ ഇനി നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവും. ഇനി വെറുതെ കഷ്ടപ്പെട്ട് നമ്മൾ വളർത്തിയതല്ല, ഇനി വെട്ടിയൊന്നും ഫുള്ളായിട്ട് പറിച്ചൊന്നും കളയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അനുസരിച്ചു. അപ്പം പിന്നെ ഞാൻ ഫുള്ളിങ്ങനെ വെട്ടി നന്നായിട്ട് പ്രൂൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പ്രൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം പിന്നെ എന്തായാലും നാട്ടിൽ പോക്കൊക്കെ ആയിട്ട് നന്നായിട്ട് ഈ ടൈലിൻ്റെ ഉള്ളിൽ പുല്ല് വളരുന്നുണ്ട്.
ദൈവം എന്തൊരു പണിയാണെന്നറിയോ, എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ പുല്ല് പറിക്കൽ. ദൈവമേ, ഇഷ്ടമില്ല എനിക്ക് പുല്ല് പറിക്കാനായിട്ട്. അപ്പം ഇങ്ങനെ പിന്നെയാണ് ഒരു ചേച്ചി എന്നോട് പറഞ്ഞു തന്നത് കേട്ടോ, ഈ നമ്മൾ ഇൻ്റർലോക്ക് വിരിക്കില്ലേ, അതിന് മുന്നേ നമ്മളിങ്ങനെ ചരലിൽ ബേബി മെറ്റൽ വിരിക്കുമ്പോൾ ഒരു പോളിസ്റ്ററിൻ്റെ സാരി അതിൻ്റെ മേലെ വിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പുല്ലൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയണേ. അത് ബേബി മെറ്റലിൻ്റെ മുകളിലാണോ ബേബി മെറ്റലിൻ്റെ അടിയിലാണോ ഇടേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പോളിസ്റ്ററിൻ്റെ സാരി വിരിച്ചു കൊടുത്തിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പുല്ലുകൾ ഇതിൻ്റെ ഇടയിൽ മുളക്കില്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാട്ടോ പറയണേ. എനിക്കോ പറ്റി, നിങ്ങൾക്ക് പറ്റാണ്ടിരിക്കട്ടെ. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഇൻ്റർലോക്കിൻ്റെ ഉള്ളിൽ പുല്ല് വരാണ്ടിരിക്കണമെങ്കിൽ പോളിസ്റ്ററിൻ്റെ സാരി വിരിച്ചിട്ട് ഇൻ്റർലോക്ക് ചെയ്താൽ മതി കേട്ടോ. ഇത് നമ്മൾ അന്ന് നട്ട ഡ്രാഗൺ ഫ്രൂട്ടാണ്, അതിൻ്റെ ചെടിയാണ്. പക്ഷേ അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്, മുള വരണില്ല. അപ്പോൾ പിന്നെയാണ് ചേച്ചി പറഞ്ഞത് ഇത് മുള വരാനായിട്ട് ഇത്തിരി പാടാണ്. സാധാരണ ചെടികളുടെ പോലെയൊന്നും മുളയൊന്നും വരില്ല, എന്നാലും അത് പാടാട് നിൽക്കണ കാരണം കുഴപ്പമൊന്നുമില്ല, അത് ഞാൻ ഉണ്ടായിക്കോളൂ എന്നാണ് പറഞ്ഞത്. ഇതെൻ്റെ മുളകാണ്, മുളകൊക്കെ ഉണങ്ങി വിറക് കുള്ളിയിൽ പോലെ ഇരിക്കണേ, അതൊക്കെ ഞാൻ പറിച്ച് കളഞ്ഞു. ഞാനാണെങ്കിൽ കുറച്ച് നേരം ഈ പുല്ല് പറിക്കും, അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയും. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാനും കൂടി സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ചേട്ടനും ഞാനും കൂടിയിട്ടാണ് ഈ പുല്ല് പറിക്കണത്. പിന്നെ ചേട്ടനാണെങ്കിൽ അവിടെ സൈഡിൽ പ്ലാവിൻ്റെ കടയിലുള്ള എല്ലാ ഇലകളൊക്കെ ഒന്ന് കൂട്ടിയിട്ടൊന്ന് പുകയ്ക്കുകയാണ്. ഇടയ്ക്ക് നമ്മൾ ഈ മരത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ചവറൊക്കെ കൂട്ടിയിട്ട് ഇത്തിരി പുകച്ച് കഴിഞ്ഞാൽ മരത്തിന് നല്ലതാണെന്ന് പറയും, നന്നായിട്ട് ഇങ്ങനെ ചക്കൊക്കെ ഉണ്ടാവാനും പിടിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ പുകയുടെ അംശം വരുന്നത് കേട്ടോ. പുല്ല് പറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദൂട്ടൻ നേരെ ഓടി വന്നിട്ട് ആ റോസാക്കമ്പില ചവിട്ടിയിട്ട് മുള്ള് കയറി ചോര വന്നിട്ട് ആകെ പ്രശ്നമായി. അപ്പം ഞാനപ്പോൾ അത് കൈയോട് കൂട്ടിയിട്ട് തന്നെ ഈ വെട്ടിട്ട തണ്ടുകളൊക്കെ എടുത്ത് പ്ലാവിൻ്റെ കടയ്ക്ക് ഇടാണ് കേട്ടോ. ഇത്തിരി വലിയ പുല്ലൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് പറിക്കായിരുന്നു, സുഖമായിട്ട് പോരുന്ന പുല്ലുകളൊക്കെ ഉണ്ടല്ലോ. ഇതങ്ങനെയൊന്നുമല്ല, ഭയങ്കര ഫലം വേണം. എന്നിട്ട് നമ്മളിതിങ്ങനെ ഇൻ്റർലോക്കിൻ്റെ ഇടയിൽ പുല്ലുകളൊക്കെ ഇങ്ങനെ വലിച്ച് പറിച്ചാണ് കളയണതിൻ്റെ ഉള്ളിൽ ഈ നമ്മുടെ കയ്യിൻ്റെ നഖത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ പൊട്ടും. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും വേറെ നമുക്ക് അലക്കുമ്പോഴും ഒക്കെ ഭയങ്കര നീറ്റലായിരിക്കും. എനിക്കതൊക്കെ ആലോചിച്ചിട്ടാണ് ഇത്ര മടി. ചേട്ടനാണെങ്കിൽ ചവറൊക്കെ തീയിട്ട് കഴിഞ്ഞപ്പോൾ റംബൂട്ടാൻ്റെ മരം ഇങ്ങനെ തന്നെ മുളച്ച് വന്നതാണ് കേട്ടോ, അത് കുരു മുളച്ച് വന്നതാണ്. അപ്പോൾ നല്ല വളർച്ച ഉണ്ടായിരുന്നു. പക്ഷെ അത് തൊട്ടപ്പുറത്തെ വീടിൻ്റെ അവിടേക്ക് ഇങ്ങനെ ചവറുകളൊക്കെ ആയിട്ട് ഭയങ്കര ശല്യമായിട്ട് വന്നപ്പോൾ ചേട്ടൻ അതിങ്ങനെ വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ. രണ്ട് നല്ല മരങ്ങളായിരുന്നു. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ കുറച്ച് കാന്താരിമുളകൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പൊട്ടിക്കാറില്ല, തത്തപ്പ വന്ന് തിന്നു പോലായിരുന്നു പതിവ്. ഇപ്രാവശ്യം ഞാൻ കണ്ട് എന്തായാലും നമുക്ക് വില കറിയിലേക്കൊക്കെ ഇടാലോ, മോരുവെള്ളം ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണല്ലോ. മീൻ കറിയിൽ അതിലും മോശമൊന്നുമില്ല കേട്ടോ, നല്ലതാണ്. പിന്നെ നമുക്കിങ്ങനെ ഉപ്പിലിടാനും ഒക്കെ നല്ലതാണ്. എനിക്ക് ഉപ്പിലിടാൻ മാത്രമായിട്ടുള്ള സംഭവം ഒന്നും കിട്ടിയിട്ടില്ല, ഒരു 10 എണ്ണം കിട്ടി. 10 എണ്ണം മതിയല്ലോ, നമുക്കൊരു കറിയൊക്കെ സൂപ്പറായിട്ടൊക്കെ ഉണ്ടാക്കാം. അതിൽ 5-6 എണ്ണം ഇട്ട് കഴിഞ്ഞാൽ നല്ല എരിവും. അപ്പോൾ അതെ, ഞാനാണെങ്കിൽ ക്രിസ്മസിന് ഉണ്ടാക്കി വെച്ചേക്കുന്ന പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒന്നും ഇത്രയും നാളായിട്ട് എനിക്ക് എടുത്ത് വെക്കാനായിട്ട് സമയം കിട്ടില്ല. മടിയാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. എനിക്കത് എടുത്ത് വെക്കാനായിട്ട് നല്ല ഇൻട്രസ്റ്റാണ്. അത് കഴിഞ്ഞ് തിരിച്ച് കയറ്റി വെക്കാൻ എന്തൊരു മടിയാണെന്നറിയും. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എടീ എനിക്കിത് ഇത്രയും നാളായിട്ട് എടുത്ത് വയ്ക്കാൻ പറ്റിയിട്ടില്ല, ഡിഫെൻസ് ചെയ്യുന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ 2 അലക്സകളെ വിളിച്ചു, എൻ്റെ അപ്പനെ വിളിച്ചിട്ട് പറഞ്ഞില്ല, നിങ്ങൾ രൂപമൊന്നും തൊടൊന്നും വേണ്ട, ക്രിസ്മസ് ട്രീ ഒന്ന് അഴിച്ചു വെക്കടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവർ അഴിച്ചു വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ ചെയ്തൊന്നുമില്ല കേട്ടോ. പിന്നെ ഉച്ച തിരിഞ്ഞിട്ടൊക്കെയാണ് ചെയ്തത്, അതെനിക്ക് എടുക്കാനും പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഓർഡർ തന്നിട്ട് ചേട്ടനും അതോട്ടിനും പാലെടുക്കാൻ പോയി. പിന്നെ എന്തായാലും പുല്ലൊക്കെ ആകെ പറിച്ചിട്ടിട്ട് വൃത്തികേടായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് അടിച്ച് വരുന്ന വൃത്തിയാക്കാമെന്ന് വിചാരിക്കാൻ കേട്ടോ ഞാൻ. അതൊരു വലിയൊരു പണിയായിരുന്നു. അപ്പം തോട്ടത്തിലേക്ക് ഇറങ്ങി, തോട്ടം എന്നൊന്നും പറയാനായിട്ടില്ല, ഫ്രണ്ടിലാണ് ഞാൻ ഈ സംഭവം, വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ ചെടികളൊക്കെ വെച്ചേക്കണേ. അപ്പം അതൊക്കെ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ പുല്ലൊക്കെ പറിച്ചിട്ട് ഇതൊക്കെ ഒന്ന് അടിച്ച് വാരിയൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് സമയം എടുത്തു കേട്ടോ. വീടിൻ്റെ മുൻവശമായതുകൊണ്ട് നമ്മളിങ്ങനെ വൃത്തിയിൽ തന്നെ ഇടണമല്ലോ. അപ്പം പിന്നെ ഞാൻ അത്യാവശ്യം സമയം എടുത്തിട്ട് നല്ല വൃത്തിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തത്. അപ്പോഴത്തേക്കും പാലെടുക്കാൻ പോയി അപ്പനും മോനൊക്കെ എത്തി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് പുല്ല് പറക്കൽ ഇത്തിരി മടിയൊക്കെ ആണെങ്കിലും പിന്നെ തോട്ടത്തിൽ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചെടികൾ നടാനൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ തോട്ടത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യലും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക ഒരു സുഖാട്ട മനസ്സിന്. ഇങ്ങനെ ചെടികൾ നടുക, വെള്ളം ഒഴിക്കുക, അങ്ങനത്തെ. പിന്നെ ഒരുപാട് കിളികൾ വരും നമ്മുടെ അവിടെ, ഇങ്ങനെ പ്ലാവൊക്കെ ഉള്ള കാരണം ഒരുപാട് കിളികളൊക്കെ വന്നിരിക്കും. അപ്പോൾ ഇവരുടെ ഒച്ചകളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ചെടി കുറച്ച് നാളായിട്ട് ഇവിടെ ഇങ്ങനെ വെറുതെ ഈ ചട്ടിയിൽ തന്നെ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്തായാലും ഇങ്ങോട്ട് തായോ, ഞാൻ തന്നെ അത് നട്ടോളാം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ചട്ടി ഇവിടെ ഒഴിവായിട്ടിരിക്കണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ അതിൽ പോയിട്ട് ഇപ്പോൾ ചെടി നടാൻ പോയിരിക്കുകയാണ്. അതൊട്ടാണെങ്കിൽ കാലിങ്ങനെ പൊട്ടിൻ്റെ ഒരു സങ്കടത്തിൽ നിൽക്കുക. അവന് പാല് വാങ്ങാൻ പോയപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, വീട്ടിലേക്ക് വന്നപ്പോഴാണ് പിന്നെ അവന് ഇത്തിരി വിഷമവും അയ്യോ ചോര വന്നൊന്ന് നോക്കിയമ്മേ എനിക്ക് വേദന എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് പൊന്നാങ്കണ്ണി ചീരയാണ് കേട്ടോ. അപ്പം ഒരുപാട് വളർന്ന് അധികമായി. അപ്പോൾ ചേട്ടൻ അതൊക്കെ എന്തായാലും പൊട്ടിച്ച് വെച്ചു. ഇനി അതുകൊണ്ടൊരു മെഴുക്ക് പുരട്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, തോരനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ആകെ
ഈ പൂക്കൾ മാത്രമാണ് പിടിച്ചിട്ടുള്ളൂ എൻ്റെ റോസ ചെടികൾ, ബാക്കി എല്ലാം അതൊക്കെ മരടിച്ച് പോയി. ഈ ഒരു ചെടി മാത്രം വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു എന്തായാലും ഈ പൂ പൊട്ടിച്ചിട്ട് എന്തായാലും മാതാവിൻ്റെ അവിടെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. പൂവുണ്ടായി കഴിഞ്ഞാൽ അത് പൊട്ടിച്ച് മാതാവിൻ്റെ അടുത്ത് വെക്കില്ല, അത് മുന്നേ ഉള്ള ശീലമാണ് കേട്ടോ. അതെൻ്റെ ചെറുപ്പത്തിലേ തൊട്ടുള്ള ശീലം. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ റോസാപ്പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തെങ്കിലും വലുതായിട്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കണം കണ്ടു കഴിഞ്ഞാൽ വേഗം പൊട്ടിച്ച് രൂപത്തിനോട് കൊണ്ടുവയ്ക്കും. അത് ചെറുപ്പത്തിലേയുള്ളൊരു ശീല, അതിപ്പോഴും ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ അന്നമ്മയും ആൻ്റപ്പനൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ എവിടെന്നെങ്കിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുവയ്ക്കും. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞല്ലോ ഒരു മടി പിടിച്ച ഡേ ഇൻ മൈ ലൈഫാണെന്ന്. അപ്പോൾ എന്തായാലും ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് ആണ്. സാധാരണ ഞായറാഴ്ചകളിലാണ് ഞാൻ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുക, എളുപ്പത്തിന് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് സുഖം. കാരണം കാറ്റസത്തിന് നമുക്ക് കുർബാനയ്ക്കും ഒക്കെ നേരത്തെ പോകാൻ വേണ്ടിയിട്ടേ. ഇന്നാണെങ്കിൽ ഒരുപാട് നേരം പുല്ല് പറിക്കാനും ചെടികൾ വെട്ടാനും നനയ്ക്കാനും ഒക്കെ ആയിട്ട് എടുത്ത കാരണം പിന്നെ സമയം ഓൾറെഡി ഇത്തിരി വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തെങ്കിലും തട്ടിക്കൂട്ടി റെഡിയാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ബ്രെഡ് ഓംലെറ്റ് ആണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അത് പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ, വെറുതെ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വെറുതെ സവാള ഇട്ടില്ലേ പ്രാവശ്യം. കാരണം ഓൾറെഡി നേരം വൈകിയിരിക്കുക. ഇനി സവാളയും കൂടി അരിഞ്ഞ് എൻ്റെ കണ്ണീരൊക്കെ തുടച്ചൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് നേരം വൈകും. അപ്പോൾ പിന്നെ സവാള ഇടേണ്ടതങ്ങ് വിചാരിച്ചു. സവാള ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ചീസിൻ്റെ സ്ലൈസ് ഓൾറെഡി എൻ്റെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ അതും കൂടി വെച്ചിട്ടാണ് ഞാൻ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാറ് കേട്ടോ. അതെ, ഞാനൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ. അത് നമ്മൾ മുട്ട കലക്കില്ലേ, മുട്ട കലക്കുമ്പോൾ ഈ ടീസ്പൂൺ കൊണ്ട് കലക്കണതിന് പകരം നമ്മളുടെ വീട്ടിലിങ്ങനെ മാഗിയൊക്കെ തിന്നാൻ ഉപയോഗിക്കുന്ന ഫോർക്കില്ലേ, ആ ഫോർക്ക് വെച്ചിട്ട് കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് മുട്ട നന്നായിട്ട് കലങ്ങി വരും കേട്ടോ. എൻ്റെ കഷ്ടകാലത്തിന് ഫോർക്ക് നോക്കിയിട്ട് ഒരു ഫോർക്ക് പോലും കാണാറില്ല. 5-6 ഫോർക്കുള്ളതാണ്. പിള്ളേർ അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ടേ അത് കാണാനില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ടീസ്പൂൺ കൊണ്ട് കലക്കിയത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഫോർക്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് കലക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ടീസ്പൂൺ കൊണ്ട് വെച്ച് കലക്കണേക്കാളും എളുപ്പത്തിൽ കലങ്ങി വരുവേ. അങ്ങനെ എൻ്റെ ആദ്യത്തെ ട്രിപ്പ് ബ്രെഡ് ഓംലെറ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. കണ്ട എൻ്റെ ബ്രെഡ് ഓംലെറ്റിൻ്റെ കോലം. വലിയ സംഭവമൊന്നുമില്ല, എന്നാലും ഒരു നേരത്തെ ഭക്ഷണമൊക്കെ കഴിക്കാൻ വിശപ്പൊക്കെ മാറാനൊക്കെ ആയിട്ട് ഇതൊക്കെ ധാരാളം മതി കേട്ടോ. പിന്നെ ഇതിൽ ചീസൊക്കെ ഉള്ള കാരണം അത്യാവശ്യം നമ്മുടെ വയറിൽ കട്ടിയായിട്ടൊക്കെ ഇങ്ങനെ കിടന്നോളും. അപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പ് കോരി ഒഴിക്കുകയാണ്. ചേട്ടൻ പറഞ്ഞു എന്ത് വന്നാലും എനിക്ക് ബ്രെഡ് ഓംലെറ്റ് വേണ്ട എന്നാണ് പറഞ്ഞേക്കണേ. അത് എൻ്റെ മോശമായതുകൊണ്ടല്ല, ചേട്ടൻ പറഞ്ഞു ചേട്ടന് ചോറ് മതി എന്നാണ് പറഞ്ഞത്. കാലത്ത് ചോറും ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനേ. അപ്പോൾ ഉപ്പേരി കറിയൊന്നും ഇല്ല, ഞാൻ തലേ ദിവസം ഞാൻ പരിപ്പും മുരിങ്ങക്കായും മാങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളൊരു കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതും പപ്പടും കൂടി വറുത്തപ്പോൾ ചേട്ടന് പിന്നെ ഇഷ്ടമായി. അപ്പോൾ ചേട്ടൻ അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബ്രെഡ് ഓംലെറ്റൊക്കെ മേശമ്മ കൊണ്ട് വെച്ചു കേട്ടോ. മേശമ്മ കൊണ്ട് വെച്ചപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. തലേ ദിവസത്തെ പഠിച്ചതിൻ്റെ ബാക്കി പത്രങ്ങളാണ് റൂൾ പെൻസിലിൻ്റെ ചെത്തിട്ടേക്കണത്. പിന്നെ കാലത്ത് കുടിച്ച കപ്പുകൾ അതൊക്കെ മേശമ്മ വെച്ചേക്കാണ് കേട്ടോ. അന്നമ്മ എൻ്റെ അപ്പനും ടി വി കാണുന്നതിൻ്റെ ചുരത്തിൽ അതൊന്നും കഴുകി വെക്കാനൊന്നും അവർക്ക് മനസ്സ് വന്നില്ല. ഞാനാണെങ്കിൽ ചെടി പണികളിലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ തന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചേനെ. അപ്പം എനിക്കാണെങ്കിൽ അതൊന്നും വൃത്തിയാക്കാണ്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കാനായിട്ട് മനസ്സും വരില്ല. അപ്പോൾ അതൊന്നും ഞാൻ ആദ്യമൊക്കെ ഒന്ന് വൃത്തിയാക്കി എന്നിട്ടാണ് പിന്നെ അവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ചേട്ടനുള്ള ചോറും കറികളൊക്കെ ഞാൻ അവിടെ കൊണ്ടുവച്ചു. ബ്രെഡ് ഓംലെറ്റ് ആണല്ലോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പിന്നെ സോസ് ഇല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് സോസും ഒക്കെ ഒഴിച്ചു കൊടുത്തപ്പോൾ പിള്ളേർക്ക് ഇത്തിരി സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടന് ചോറ് കൊണ്ടുവച്ചപ്പോഴാണ് പിന്നെ ചേട്ടൻ പറയണത് അയ്യോ എനിക്ക് മുട്ടയില്ലേ, നിങ്ങൾ മാത്രമാണ് മുട്ട കഴിക്കണേന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ ആ ബോധം പോയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി മുട്ട കഴിക്കുന്നുണ്ട്, ചേട്ടനൊരു മുട്ട പൊരിക്കണമെന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അയ്യോ എനിക്ക് മുട്ട തരാമെന്ന് പറഞ്ഞു. ഭാഗ്യത്തിനൊരു മുട്ടയുണ്ട്, ഒരു മുട്ടയല്ല 2 മുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടന് ഒരു മുട്ട മതി എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു മുട്ട എടുത്തിട്ട് ഞാൻ വെറുതെ എളുപ്പപ്പണിക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ആ വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മുപ്പിച്ചിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കൊത്തി പൊരിച്ചെടുക്കും. അത് ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ചെയ്തു കൊടുത്തു. ഈ സാധനം കണ്ട ലൈറ്റർ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാട്ടാ. ഈ സാധനം ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇട്ടിരിക്കുന്ന പോലെയാണ്. അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമുക്കിത് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഗ്യാസ് കഴിയുമ്പം ഇതിങ്ങനെ നമുക്കിങ്ങനെ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കുത്തുള്ള സ്ഥലമുണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുത്തി നിറയ്ക്കാം. ആ കഴിയുന്നതിനനുസരിച്ച് എനിക്ക് തോന്നുന്നത് നല്ല സാധനമാണെന്ന് തോന്നിയാട്ടാ. മറ്റേതാണെങ്കിൽ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് നിൽക്കും വേണം, പെട്ടെന്ന് തുരുമ്പും പിടിക്കും, ഭയങ്കര പാടായിരുന്നു. എനിക്ക് എന്തോ ഒരു ലൈറ്റർ വാങ്ങിയാൽ അതിങ്ങനെ പെട്ടെന്ന് തുരുമ്പ് പിടിക്കും, പിന്നെ പെട്ടെന്ന് നാശം. ഇത് കുറച്ച് നാളായിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഇപ്പം ഇത് നമുക്ക് ക്യാൻഡിൽ കത്തിക്കാനാണെങ്കിലും ഇപ്പോൾ ചേട്ടനിങ്ങനെ ചവറൊക്കെ കത്തിക്കാനായിട്ട് ഈ സാധനം എടുത്തോണ്ട് പോകും. ഇങ്ങനെ ഇതിപ്പോൾ സുഖമാണല്ലോ, ടിക്കുന്നത് കണ്ടിയാൽ പറയാം, അല്ലെങ്കിൽ തീപ്പെട്ടിയൊക്കെ വരച്ച് വേണ്ടല്ലേ. അപ്പോൾ എല്ലാം കൊണ്ട് നല്ലതാണ് കേട്ടോ. എനിക്ക് പറ്റുകയാണെങ്കിൽ 1 മണി വാങ്ങണമെന്നുണ്ട്. നല്ല സാധനം. ഇത് നമ്മുടെ പറമ്പിലുണ്ടായ ഞാലിപ്പൂവിൻ്റെ കൊലയാണ് കേട്ടോ. അതെ കുറച്ച് പഴുത്ത് തുടങ്ങി. 2 ഇവിടെ പഴുത്തുണ്ട്, പഴുത്തുണ്ട്. ഇനി പെട്ടെന്നാവും. 8 കാലി ഉണ്ടാ. അമ്മ കൊല്ലാൻ കൊണ്ടു 3-4 പഴുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടാ.
പക്ഷെ നമുക്കിവിടെ ഇങ്ങനെ ഉണ്ടെന്ന് നമ്മൾ പെട്ടെന്ന് മറക്കും. അപ്പൊ അതേതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലും സാധനം എടുത്ത് വരുമ്പോൾ ഇങ്ങനെ എപ്പോഴും തലടിക്കല് ഇപ്പൊ പതിവാ. 2-3 ദിവസമായിട്ടുള്ള ഇട്ടിട്ടേ നമുക്ക് അങ്ങനെ യൂസ്ഡ് ആയിട്ടില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങനെ ഇതിൻ്റെ ഉള്ള കാര്യമൊക്കെ നമ്മൾ മറക്കും. പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് എപ്പോഴും എൻ്റെ തല പോയിട്ട് ഇടിക്കലാണ് പണി. പിന്നെ പഴക്കം ഏതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ പേടിക്കാനായിട്ട് മുടക്കലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ പറമ്പിലുണ്ടായതല്ലേ. ബ്രെഡ് ഓംലെറ്റ് ആയതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കഴുകാൻ. അപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നുള്ളൂ. അത് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. അപ്പോൾ കൈയോട് കൂടി തന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്തിടും. അപ്പോൾ ഒന്ന് വൃത്തിയിൽ നീറ്റായിട്ടൊക്കെ ഒന്ന് കിടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ ഞാൻ അതേ ഡിഷ് വാഷറൊക്കെ ഒഴിച്ച് വെക്കുന്ന ഈ ഒരു സംഭവം കണ്ടോ, അത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഒരു വീഡിയോ തന്നെയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. അത്ര യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ പറയണേ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേസ്റ്റേജ് വരില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. ആവശ്യത്തിന് നമുക്കിത് സ്ക്വീസ് ചെയ്തെടുക്കുക, കുറച്ച് വെള്ളം നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒഴിക്കുക. നമുക്ക് അപ്പത്തേക്ക് കഴുകാനായിട്ടുള്ള അത് പാത്രം ഉണ്ടാവുള്ളൂ. അത് പാത്രം കഴുകി കഴിഞ്ഞോട് കൂടിയിട്ട് അത് കഴിയുകയും ചെയ്യും. പിന്നെ എനിക്ക് മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലാത്തൊരു സമയത്ത് ഈ ലിക്വിഡ് അവിടെ എത്ര ബാക്കി വന്നാലും അതവിടെ വെക്കും, അതിൻ്റെ സ്പോഞ്ച് അതിലൊക്കെ ഇടുമായിരുന്നു. പിന്നെ മനസ്സിലായത് ഭയങ്കര ഹാംഫുള്ളാണ് നമ്മുടെ ഹെൽത്തിനെന്നൊക്കെ. ഇനി കുറച്ച് സെൽഫ് കെയറൊക്കെ ആവാമല്ലേ. എന്തായാലും ഞാൻ 12 ഡിസിഷൻസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ, അതൊക്കെ ഞാൻ പതുക്കെ ഞാൻ റെഡിയാക്കിക്കൊണ്ടൊക്കെ വരികയാണ് കേട്ടോ. ഡ്രൈവിങ്ങിന് 2 മാസത്തിനുള്ളിൽ പോയി തുടങ്ങണം എന്നാണ് ഞാൻ വിചാരിക്കണേ. എൻ്റെ ഇവിടെ അടുത്തുള്ള എൻ്റെ ഫ്രണ്ട് ജാനറ്റും കൂടി ഉണ്ട് പോകാൻ. അപ്പോൾ അവൾക്ക് ഓൾറെഡി ലൈസൻസൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് പ്രാക്ടീസേ വേണ്ടു. ഞാനിതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റോസ്മേരി വാട്ടർ ഇങ്ങനെ സ്പ്രേ ചെയ്യാൻ കേട്ടോ. നമ്മുടെ ഹെയറിന് ഭയങ്കര നല്ലതാണ്, നമ്മുടെ റൂട്ടിനും പിന്നെ നമ്മുടെ താരം പോവാനും മുടി വളരാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാനിത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ പിന്നെ അത് നാശമായിപ്പോയി. പിന്നെ ഈ അടുത്തൊരു ചേട്ടൻ വന്നു ഞങ്ങളുടെ വീട്ടിലേക്ക് റോസ്മേരി വാട്ടർ വേണമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കാം. ഇതാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട, പുറത്ത് വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഫ്രിഡ്ജിലാണെങ്കിൽ പലചരക്കും പച്ചക്കറി എല്ലാതും ഉണ്ട്. പിന്നെ ഇതും കൂടി കയറ്റി വെക്കാനായിട്ടുള്ള സ്ഥലമില്ല. അല്ലാണ്ട് തന്നെ കുറേ സാധനങ്ങൾ ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കാമെന്ന്. പക്ഷേ നല്ല സാധനമായിരുന്നു. ഒരു ശ്രേയസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ശ്രേയസിൻ്റെ ആ കമ്പനിയുടെ റോസ്മേരി വാട്ടറാണ് കേട്ടോ. കൊള്ളാം, വലിയ കുഴപ്പമൊന്നുമില്ല, ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ത് പണിയെടുക്കാൻ മടി വന്നാലും എനിക്ക് എൻ്റെ സെൽഫ് കെയർ ചെയ്യാനായിട്ട് ഇതേവരെ മടി തോന്നിയിട്ടില്ല കേട്ടോ. എൻ്റെ ഹെയറിൻ്റെ കാര്യം, എൻ്റെ സ്കിന്നിൻ്റെ കാര്യം, അതിനൊന്നും ഒരു മടിയില്ല. അത് ഭാഗ്യം. എന്താല്ലേ, ഇനി എനിക്ക് പണികളൊന്നുമില്ല. ഉച്ചക്കലത്തിലുള്ള കറിയുണ്ട്, എല്ലാ പണികളും കഴിഞ്ഞു. ഇനി ഇതേ എൻ്റെ പിള്ളേർ 10 മണിക്ക് ഞാൻ ട്യൂഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ട്യൂഷൻ പിള്ളേരൊക്കെ എത്തി. അപ്പോൾ ഞാൻ സ്പ്രേ ചെയ്ത കാരണം മുടിയിൽ അത്യാവശ്യം നനവുണ്ട്. പിന്നെ അത് അങ്ങനെ തന്നെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ മുടിയിൽ കായ് വരും. അതുകൊണ്ട് ഞാൻ മുടിയൊക്കെ ഇങ്ങനെ വെറുതെ ജസ്റ്റ് ലൂസായിട്ടാണ് കെട്ടിട്ടേക്കണേ. എന്തായാലും ട്യൂഷൻ എടുക്കാം. ട്യൂഷൻ കഴിഞ്ഞോട് കൂട്ടിയിട്ട് മുടിയൊക്കെ ഉണങ്ങി സെറ്റാവും. അപ്പോൾ ഒരു 1.5-2 ഇന്ന് ഒഴിവ് ദിവസം ആയതുകൊണ്ട് 2 മണിക്കൂർ ട്യൂഷനാണ്. പിള്ളേരൊക്കെ വിളിച്ചു, അന്നമ്മേനെ പിന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ട്യൂഷൻ എടുക്കാൻ പോവാണ്. ആദൂട്ടിനുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട്. 2 ദിവസമായിട്ട് അവന് സ്കൂളിൽ പോയിട്ടില്ല. അപ്പോൾ അവന് ഒരുപാട് കംപ്ലീറ്റ് ചെയ്യാൻ വർക്കുകളുണ്ട്. അപ്പോൾ അവനും ഇവരുടെ കൂടെ ഇരുന്ന് എഴുതും. അല്ലെങ്കിൽ അവൻ എഴുതില്ല, ഭയങ്കര മടിയാണ്. നാട്ടിൽ പോക്കും വയ്യായൊക്കെ ആയിട്ട് കുറച്ച് ദിവസത്തെ പെൻഡിങ് ഉണ്ട് എഴുതാനേ. അപ്പോൾ കുറേ എഴുതാനായിട്ടുള്ളപ്പോൾ അവന് ഭയങ്കര മടിയാണ്. കുറച്ച് എഴുതാനൊക്കെ ആയിട്ടാണെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ സ്കൂളിൽ പോകാൻ ചില സമയത്ത് അവന് മടി വരും, ചില സമയത്ത് അവന് വയ്യായി വരും, നാട്ടിൽ പോക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാനാ, വേറെ ഒന്നും ചെയ്യാൻ വൃത്തിയില്ല, നമുക്ക് എഴുതിപ്പിച്ച് തന്നെ പറ്റുള്ളൂ. ഞാനാണെങ്കിൽ ട്യൂഷൻ പിള്ളേരുടെ മക്കൾ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പഠിപ്പിച്ചൊന്നും തുടങ്ങിയില്ല കേട്ടോ. ഒരു 5-10 മിനിറ്റ് അവരോട് കാര്യമൊക്കെ പറഞ്ഞ് സ്കൂളിലത്തെ വിശേഷമൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് പിന്നെ പഠിപ്പിച്ച് തുടങ്ങുള്ളൂ. എന്നാലും തന്നെ അവർക്കൊരു ഇഷ്ടം തോന്നുള്ളൂ. വന്ന വഴിക്ക് ഫുൾ ടൈം ഇരുന്ന് പഠിപ്പിക്കുമ്പോഴും അവർക്കത് ഭയങ്കര പഠനമായിട്ട് തോന്നുമല്ലോ. ഒരു 10 മിനിറ്റ് ഞങ്ങളിങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കട്ടെ. എന്നിട്ട് പിന്നെ പഠിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഞാൻ സ്ട്രിക്റ്റായിട്ട് തന്നെ ഇരുന്ന് പഠിപ്പിക്കേ. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ എത്രയുള്ളൂ കേട്ടോ. ഒരു തട്ടിക്കുട്ടി ഡെയിലി വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഇങ്ങനെ മടി പിടിച്ച ഓരോ ദിവസങ്ങൾ. എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ചില ദിവസങ്ങളിൽ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. ചില ദിവസങ്ങളിൽ ഇങ്ങനെ മടി പിടിച്ച് കൊട്ടുവായി ഇട്ടിട്ട് ഇങ്ങനെ ഓങ്ങി ഒക്കെയാണ് എൻ്റെ ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോവുക. പിന്നെ ഞാൻ നിങ്ങളോട് ഒരു ഒളിമറിയില്ലാണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണം. ചില ദിവസങ്ങളിൽ എൻ്റെ ഇങ്ങനെയാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണ്. അപ്പോൾ പിന്നെ അത് ഞാൻ നിങ്ങളുടെ മുന്നിലൊന്നും തുറന്നു കാട്ടിയെന്ന് മാത്രം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രോഡക്റ്റിൻ്റെ എന്തെങ്കിലും ലിങ്ക് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയിട്ടാണ്, ഞാനത് തന്നേക്കാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.